ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡേറ്റും സമയവും എടുത്തു വെക്കണം. കൃത്യമായ സമയം ആവശ്യമാണെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. അതുള്ളവർ മാത്രം വിളിക്കുക. നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ 4-5 അധ്യായങ്ങളിലായിട്ട് ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ച്, അത് ഏതൊക്കെ രാശിക്കാർക്ക് ഗുണകരമായി ഭവിക്കുമെന്നും ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൻ്റെ ദോഷഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരിക എന്നുമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അതിനെ ദോഷങ്ങളെ ലഘൂകരിക്കാനും അതേപോലെ ആരെയാണ് കൂടുതലായി ബാധിക്കുന്നത് എന്നും മറ്റൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് പരിമിതമായ എൻ്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ച ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ നിന്നും ഞാൻ പലതും പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പരദ്രോഹികൾക്കാണ് കൂടുതൽ ശനി ദോഷമായി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അതായത് നമ്മൾ വേദവ്യാസൻ്റെ വരികളാണ് നമ്മളെ നയിക്കേണ്ടത്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അന്യനെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്നതോ, അപരനെ, ആരും അന്യരല്ല, അപരനെ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതുമൊക്കെ ശനിയുടെ കാലഘട്ടത്തിൽ തിരിച്ചടിയായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ മനുഷ്യജന്മത്തിൽ ഏറ്റവും എടുത്തു പറയുന്നൊരു കാര്യം. അതാണ് കഴിയുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അതാണല്ലോ വേദവ്യാസൻ 18 പുരാണങ്ങളും രചിച്ച സാക്ഷാൽ കൃഷ്ണദ്വൈപായനൻ ഇതിൻ്റെ രത്നച്ചുരുക്കം എന്ത് എന്ന് പറഞ്ഞത് ഈ 2 വരികളിലാണ്. അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോൾ സമൂഹത്തിൽ അങ്ങനെയല്ലല്ലോ. എങ്ങനെ അപരനെ വിഷമിപ്പിക്കാം അല്ലെങ്കിൽ ദ്രോഹിക്കാം എന്ന് ചിന്തിക്കുന്നവരാണല്ലോ കൂടുതലും. അത് കലിയുടെ മൂർധന്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിരിക്കുന്ന വ്യാസൻ തന്നെയാണ്. അതിൻ്റെ കഠിനമായ അവസ്ഥയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. അത് ഭാഗവതത്തിൽ അതിനെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട്. കലിയുടെ മൂർധന്യ കാലഘട്ടത്തിൽ മനുഷ്യരെങ്ങനെയാണ് പെരുമാറുക എന്ന് പറയുന്നുണ്ട്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂരിന്ന്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 2/8/1974. 10 നാഴിക 22 വിനാഴിക. 10 IST ടൈം ഇല്ലേ? അങ്ങനെയില്ല. 10 നാഴിക 22 വിനാഴിക. 10 നാഴിക 22 വിനാഴികയോ? ആ, അതെ. അപ്പോൾ 10:59. രാത്രിയാണോ പകലാണോ? ഹലോ, ഹലോ, രാത്രിയാണോ പകലാണോ? രാത്രി.
ആ, അപ്പോൾ 10:59 ജനിച്ചത് കേട്ടോ. ആ ആ ആ തിരുവോണം നക്ഷത്രം. അതെ അതെ. ആരുടേതാണിത്? അനിയന്റെയാണ്. എന്താണ് അറിയേണ്ട വിഷയം? അതിന്റെ ഇപ്പത്തെ സമയവും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. സമയവും കാര്യങ്ങളൊക്കെ എന്താണ്? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ശനിയുടെ ദോഷ കാലഘട്ടമെല്ലാം അവസാനിച്ചു. ഇപ്പം ശനിയുടെ സ്വാപഹാരം നടക്കുന്നു. ആ സ്വാപഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചത്തിലേക്ക് വരും. അത് 2 കൊല്ലം കൂടി ഉണ്ട്. ശനിയുടെ ഏരശനി കഴിഞ്ഞു. ആ അക്കാലഘട്ടത്തിൽ ചെറിയ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ ഉണ്ട് ഉണ്ട്. ഇപ്പോഴതിൻ്റെ അകത്തുനിന്ന് മോചിതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ശനി ദശയാണ്. അപ്പോൾ ശനി ദശയിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അതായത് ആരോഗ്യ സംബന്ധമായിട്ടാണ് ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഇപ്പോഴേ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ? ആ കാലുവേദനയും പ്രഷർ ഷുഗറെല്ലാം ഉണ്ട്. അത് പ്രായത്തിൻ്റെന്ന് വിചാരിച്ചു. അതൊക്കെ സാധാരണ 50 വയസ്സാകുമ്പോൾ എല്ലാവർക്കും ഉള്ളത്. പിന്നെ നമ്മുടെ പിന്നെ എന്താ മാറിടത്തിനൊന്നും പ്രയാസം അനുഭവപ്പെടുന്നില്ലല്ലോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതാ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഈ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് നിസ്സാരമായി കണ്ടാൽ മതി. അതൊന്നും വലിയ, ഈ പ്രായത്തിൽ എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടും. ഇനി ഉള്ള ഈ സ്വാപഹാരം കഴിഞ്ഞിട്ട് നല്ല കാലം വരാനുമുണ്ട്. അതുകൊണ്ട് ദൈവം സഹായിച്ച് പിന്നെ പണത്തിനൊന്നും വലിയ വിഷമമൊന്നും ഇല്ലെന്നാണ് കാണുന്നത്. അത് വലിയ കാര്യമല്ലേ. പണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ നല്ല ഭവനം പണിതു എന്നും കാണുന്നു. അതന്നെ, അത് രണ്ടും അത് പ്രധാന കാര്യങ്ങളല്ലേ. ദാരിദ്ര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക, കയറിക്കിടക്കാൻ ഒരു വീടുണ്ടാവുക, ഇതൊക്കെ എല്ലാവരുടെയും മോഹങ്ങളാണ്, എല്ലാവരുടെയും ആഗ്രഹങ്ങളല്ലേ, ന്യായമായ ആഗ്രഹമല്ലേ. അപ്പോൾ അതൊക്കെ നടപ്പിലായി കഴിഞ്ഞു. ദൈവം സഹായിച്ച് അതൊക്കെ ഒന്നിനും വലിയ കുഴപ്പമില്ലാതെ വ്യാഴദശയിൽ അതൊക്കെ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ ചെറുതാഴും പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. ഹനുമാൻ അമ്പലം അറിയാലോ, ചെറുതാഴത്തിൽ. അവിടെ പോയിട്ടൊന്നും വേണ്ടത് ഈ ശനിയുടെ ദോഷങ്ങൾക്ക് അത് ഏറ്റവും ഗുണകരമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ, അത് അവർ ഏരശനി താണ്ടി നിൽക്കുകയാണ്. ചെറിയ മട്ടിൽ മാത്രമേ അവർക്ക് വിഷമങ്ങളാകും. അതൊന്നും പിന്നെ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് എനിക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. ആ ദോഷങ്ങൾ ചെറിയ മട്ടിലേ അവർ അനുഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് അവരുടെ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ രൂപത്തിലുള്ള ദോഷം അനുഭവിച്ച ആൾക്ക് ചിരിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ഏറെ ശനി വലിയ രൂപത്തിൽ ശിക്ഷിച്ചിട്ടൊന്നുമില്ല. കാരണം അവരാരെയും വലിയ ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. ഒരു പാവം സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ശിക്ഷ കുറവായിരിക്കും. ഈ ജയിലിലായി പോകുന്നതും വാഹന അപകടത്തിൽ കാലും കൈയൊക്കെ മുറിഞ്ഞു പോകുന്നതൊക്കെ ഞാൻ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ കേസിൽ. അതൊക്കെ ഏറെ ശനിയുടെ മൂർധന്യത്തിൽ ഈ ദ്രോഹികൾക്ക് വരുന്ന സംഭവമായിട്ടാണ്. പിന്നെ അന്യരെ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ശ്രദ്ധിക്കുക, എത്ര മാത്രം കഴിഞ്ഞ വെറും നമ്മളെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കാവട്ടെ, ഇനി അതല്ല പത്രവും ടി വിയും ഒക്കെ കാണുന്ന വാർത്തയൊക്കെ കാണുന്നവർക്കെല്ലാം മനസ്സിലാവുന്നൊരു കാര്യമുണ്ടല്ലോ. മനുഷ്യനെ പറ്റിച്ചിട്ട്, അതായത് കണ്ണീര് കുടിപ്പിച്ചിട്ട് ധനം സമ്പാദിക്കുന്ന വലിയ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ അങ്ങനെ വലിയ എന്താണ് 4 കോടിയുടെ കാറിലൊക്കെ സഞ്ചരിച്ചവനാണ്,
ഉണ്ട തിന്നിട്ട് ഇങ്ങനെ ഉണ്ടയിപ്പും ഇല്ല, ജയിലിൽ കിടക്കുക. അതൊക്കെ ഈ കുറച്ച് കാലം പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കഴിഞ്ഞാൽ അത് അവർ പുറത്തിറങ്ങി വരും, ഇല്ലെന്നല്ല. അതിൽ പെട്ട ഒരുത്തനാണല്ലോ ഇതിനിടെ ആവശ്യപ്പെട്ടത്, എനിക്ക് വീട്ടിലെ ഭക്ഷണം വേണമെന്ന്. എനിക്ക് ജയിലിലെ ഭക്ഷണമൊന്നും പറ്റില്ല, തൽക്കാലം നീ ജയിലിലെ ഭക്ഷണം കഴിച്ചാൽ മതി. അല്ല, ജയിലിലെ ഭക്ഷണം തന്നെ സൂപ്പർ മെനുവാണ്, പഴയ ഉണ്ടയൊന്നുമല്ല. ഉണ്ട സത്യമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. അങ്ങനെ ഒരു എന്താണ് പറയുക, എന്തൊക്കെയോ സാധനം, ഒരു കല്ല് പോലത്തെ ഒരു സാധനമാണ് ഈ ഉണ്ട. ഏതാണ്ട് ഒരു ഇത്ര വലിപ്പം ഉണ്ടാവും, ഒരു ഉണ്ട കൊടുത്തേക്കും, അത്ര തന്നെ. ഈ ഉണ്ടയാണ് രാവിലത്തെ ഭക്ഷണം. അതിനുശേഷം പിന്നെ ഉച്ചക്ക് മാത്രമേ ചോറ് കിട്ടുള്ളൂ. അതുവരെ ഈ ഉണ്ട ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും തിന്നാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രമാത്രം എന്തോ ഒരു സാധനമാണത്. അത് പോയിട്ടിപ്പം പിന്നെ 10-20 കൊല്ലമായി ഈ ഉണ്ട എടുത്ത് കളഞ്ഞിട്ട്. അതാണ് ജയിലിലെ ഉണ്ട എന്ന് പറയുന്നത്. പഴയ തടവുകാർക്കൊക്കെ അറിയാം ജയിലിലെ ഉണ്ട എന്ന് പറഞ്ഞാൽ. അത് ബ്രിട്ടീഷുകാരന് ഉണ്ടാക്കിയതായിരുന്നു അക്കാലത്ത്. ഇപ്പം ഇന്നലെ ഇറ്റലിയിലെ കോടതി പറഞ്ഞിരിക്കുന്നത് ജയിലിൽ അതിനും വലിയ സൗകര്യം. ബാക്കി ഞാൻ പറയുന്നില്ല. ഇറ്റാലിയൻ കോടതി ഇന്നലെ മിനിഞ്ഞാന്ന് കൊണ്ടൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ സെക്സിന് സൗകര്യം ചെയ്ത് കൊടുക്കണം ജയിലിൽ നിന്നാണ്. അപ്പോൾ പിന്നെ പൂർത്തിയായല്ലോ, ഇനി പിന്നെ ജയിലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ജയിലിനെ കൊണ്ട് നമുക്കുള്ളൊരു കൺസെപ്റ്റ് തന്നെ നരകം എന്നുള്ള രൂപത്തിലാണ്. ഇപ്പോൾ നരകമൊന്നും ആർക്കും ഇല്ല, പക്ഷേ ചില രാജ്യങ്ങളിലെ ജയിലുകളിൽ അങ്ങനെയുണ്ട്. ഇന്ത്യൻ ജയിൽ, തീഹാർ ജയിലൊക്കെ അതിൽ പെട്ടത് തന്നെയാണ്. അവിടെ പണമില്ലാത്തവന് നരകവും പണമുള്ളവനെല്ലാ സൗകര്യങ്ങളും. അങ്ങനെയാണ് നമ്മൾ ബാംഗ്ലൂരെ ജയിലും, പരപ്പന അഗ്രഹാര ജയിൽ, തീഹാർ ജയിൽ, രാജൻ പിള്ളയെ മെല്ലെ അകത്തിട്ട് കൊന്നുകളഞ്ഞ് പിന്നെ നമ്മൾ കേരളത്തിലെ കോടീശ്വരൻ, ആദ്യത്തെ കോടീശ്വരൻ രാജൻ പിള്ളയെല്ലാം കൊന്നുകളഞ്ഞ് തീഹാർ ജയിലിലിട്ട് തട്ടിക്കളയും. അതൊക്കെ വളരെ തന്ത്രപൂർവ്വം തട്ടാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ജയിലുകൾ, കുപ്രസിദ്ധിയാർജിച്ച ജയിലുകളുണ്ട്. കേരളത്തിൽ അത്തരം ജയിലുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു കോളുണ്ട്. ഹലോ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് മട്ടന്നൂർ. പറയൂ. വിവാഹത്തിനെ കുറിച്ച് അറിയാനാണ്. ആവട്ടെ മോളെ, പറയൂ, ഡേറ്റ് പറയൂ. 10/4/2001. 10/4/2001. ഓക്കെ, സമയം പറയൂ. 7:53 PM. തിരുവോണം നക്ഷത്രം. ഹലോ. അല്ല 10/4/2001. സോറി, 10/4/2001. അപ്പോൾ വിശാഖം. 7:53 ഓക്കെ, അതൊക്കെ റെഡി. എന്താണ് വിവാഹം അല്ലേ? നമ്മൾ തന്നെയാണോ ഇത്? അതെ. ഇപ്പോൾ ശനിദശയാണ് ഇപ്പം നടക്കുന്നത്. ശനി തീരാനായിപ്പോയി. 25 മാസം ശനി തീരും. അത് കഴിഞ്ഞിട്ട് മതി. ഇനി ഏതായാലും ഇത്രയല്ലേ ഉള്ളൂ, കുറച്ചുകൂടിയല്ലേ. അപ്പോൾ അത് കഴിയട്ടെ. അത് കഴിയുന്നതിന് മുമ്പേ ഒരു കല്യാണം അത്ര ശരിയാവില്ല. അഷ്ടമത്തിലെ ശനിയാണ്. പിന്നെ മാത്രമല്ല, അങ്ങനെയുള്ള സമയത്ത് പൊതുവേ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അത്ര ശരിയല്ല. ഇപ്പോൾ 25 കഴിഞ്ഞിട്ട് 2026 നമുക്കതിനുള്ള സംഗതി ബുധൻ്റെ ദശയാണ്. ആ സമയത്ത് വിവാഹം നടക്കും. പക്ഷേ ബുധനും നീചത്തിലാണ്. അതുകൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ, ബുധനെ ശക്തിപ്പെടുത്താനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അത് നേരിട്ട് വന്ന്
കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള എന്താണ് പരിഹാരങ്ങളെന്നൊക്കെ പറയാം. പിന്നെ ഇനിയും പിന്നെ വിവാഹം താമസിക്കുന്നത് അത്ര ശരിയല്ല. അടുത്ത കൊല്ലെങ്കിലും നടക്കണം. ഇപ്പോൾ തന്നെ കറക്റ്റായ വയസ്സാണ് 24 വയസ്സ്. ഇനി 26 വയസ്സിലാണ് ഞാൻ ഈ പറഞ്ഞ ബുധൻ്റെ ദശ തുടങ്ങുന്നത്. ആ സമയത്തും ചില തടസ്സങ്ങളുണ്ട്. അതിനെ മാറ്റിയിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അത് ഈ ജാതകത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വെറുതെ സമ്മർദ്ദവും ടെൻഷനും ഉണ്ടാവുക എന്നുള്ളൊരു ബലവും കൂടി ഉണ്ട്. വിവാഹശേഷ അല്ല, ഇപ്പം തന്നെ. അതെ അതെ. വിവാഹശേഷം ഈ ശനി കഴിഞ്ഞാൽ അതെല്ലാം മാറ്റം വരും. ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതെ അതെ. അത് എന്ത് കാര്യത്തിനാണ് അത് അനുഭവപ്പെടുന്നത്? ഏത് കാര്യത്തിലാണ് കുട്ടിക്കത് അനുഭവപ്പെടുന്നതെന്ന് പറയൂ. അല്ല, പിന്നെ ഇപ്പൊ നമ്മള് ഒരാളെ ഇഷ്ടമുള്ള ആളത്തെ നമുക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവുക. എങ്ങനെ? അതായത് ഇപ്പൊ ഒരാളായിട്ട് ഒരു ചെറിയൊരു ഇഷ്ടത്തിലുണ്ട്. അപ്പം അത് തന്നെ ഇനിയിപ്പോ നടക്കുവോ? അല്ല, അതിപ്പോ വീട്ടുകാരുടെ എതിർപ്പാണോ ആ വിഷയത്തില്? അല്ല അല്ല അല്ല. നമുക്ക് അനുകൂലം തന്നെയാണ്. അതെ. ഇനിയിപ്പം തേപ്പിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. തേച്ചില്ലെങ്കിൽ നടക്കൂ അല്ലേ? ഞാൻ തേക്കാൻ പ്ലാൻ ഇല്ല. അപ്പൊ നല്ല രീതിക്ക് നടക്കുവോ അതോ? അല്ല, നോക്കൂ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുന്നത്? കാരണം നിങ്ങൾ രണ്ടുപേരും പൂർണ്ണമായിട്ടും ഇഷ്ടത്തിലാണെങ്കിൽ വീട്ടുകാർക്ക് രണ്ടുപേർക്കും എതിർപ്പില്ലെങ്കിൽ പിന്നെ അത് നടക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ആളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇതുണ്ടാവോ പിന്നീട് ആ വിവാഹ ജീവിതം? അതിനെ കുറിച്ചൊന്നും അങ്ങനെ എനിക്ക് ഡൗട്ട്. അതെന്തിനാണ്? അതാണ് പെസിമിസം എന്ന് പറയുന്നത്. അതിനാണ് പെസിമിസം, അശുഭ ചിന്താഗതികൾ. അത് ആർക്കും ഗുണം ചെയ്യൂലല്ലോ. നാളെ അങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ച് പണ്ട് അടൂർബാസി ഏതോ ഒരു സിനിമയിൽ കാണിക്കുന്ന പോലെ അത് വിളക്കിങ്ങനെ പിന്നെ തട്ടി മറിഞ്ഞാലോ ഇവിടെയെല്ലാം കത്തിയാലോ എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പണ്ടത്തെ തമാശയാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ ചിന്തിച്ചിട്ട് നാളെ എന്താണ് വരിക എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ നമ്മൾ അത് അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താ കാര്യമുള്ളൂ? അതല്ല, നമ്മള് നല്ല രീതിക്കുള്ള ഒരു ഇത് തന്നെയായിരുന്നു. അപ്പം വീട്ടുകാരെല്ലാം പൂർണ്ണ സമ്മതത്തോടെ ഓക്കെ ആക്കിയതാ. പക്ഷെ ഇപ്പം അയാളെ ഇതിൽ ചെറിയ ചെറിയ മോശം ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അന്നേരം ഇത് ഒന്നും എന്താണെന്ന് മുന്നോട്ട് ഉണ്ടാവുമെന്നൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഈ നീ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2K കിഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. 2001 ജനിച്ച കുട്ടി. സ്വാഭാവികമായിട്ട് ഇതാണ് 2K കിഡ് എന്ന് പറയുന്ന അവരെ കൊണ്ട്. 2005 ശേഷമാണ് അത് പൂർണ്ണമായിട്ട് പറയുന്നത്. എങ്കിലും 2001 ജനിച്ചുകൊണ്ട് 2K കിഡ് എന്ന് പറയാം. അങ്ങനെയുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൃത്യമായ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ തലമുറക്ക് ഞങ്ങളുടെ തലമുറയേക്കാളും ബുദ്ധി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുമല്ലോ. പിന്നെ നിൻ്റെ ഈ ജാതകപ്രകാരം 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വയായതുകൊണ്ട് തന്നെ കുറച്ച് പരുക്കനായിരിക്കും ആള് എന്നൊരു ഫലമുണ്ട്. അതായത് നീ പിന്നെ വിശാഖ നക്ഷത്രം റൊമാൻറ്റിക് പ്രകൃതമായിരിക്കും അവരുടേതെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരാളാവണമെന്നില്ല, പ്രത്യേകിച്ചും ആഫ്റ്റർ മാരേജ്. ചിലപ്പോൾ ഇപ്പം ലവറായിരിക്കുമ്പോൾ ഉള്ള മനുഷ്യൻ ഹസ്ബൻഡായി മാറുമ്പോൾ ചേഞ്ച് വരാം. അതാരായാലും നിനക്ക് അങ്ങനെയുള്ള ഒരാളെ കിട്ടുള്ളൂ. കുറച്ച് ഒരു മാതിരി പട്ടാളക്കാരൻ്റെ കളിയുള്ള ആൾക്കാരെ. പട്ടാളക്കാരെല്ലാം മോശം ഇങ്ങനെ കളിക്കുന്നവരാന്നല്ല, പട്ടാളക്കാരെല്ലാം വളരെ പട്ടാളക്കാർക്കും ഇടയിലും വളരെ റൊമാൻറ്റിക്കായ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടുതലും ഈ ചെറുപ്പത്തിലെ ഈ ഇതിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഇവിടെ വാ അവിടെ പോകുന്ന പറയുന്ന ടൈപ്പ് ആൾക്കാരാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതിൽപ്പെട്ട ഇയാൾ പട്ടാളാണോ? എന്നാ പറയണ്ട, അറം പറ്റി. അതാണ് നാവിൻ്റെ സരസ്വതി കടാക്ഷം എന്ന് പറഞ്ഞാൽ അതാണ്.
അപ്പോൾ പിന്നെ അത് തന്നെ. അപ്പോൾ നിൻ്റെ ഊഹം വലിയ തെറ്റ് വരില്ല. അതായത് ഇപ്പോ നമ്മൾ കൊറേ വർഷമായി ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നും ഒരു നല്ല തന്നെ എന്താ ഫുൾ പോസിറ്റീവ് മാത്രം ഒരുപാട് വർഷമായി. അപ്പൊ വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ഓക്കെ, കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാല് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി. ഒരിക്കൽ നമ്മള് മുന്നേ കണ്ട ഒരു അതല്ല ആ ഒരു ഇതെല്ലാം മാറി വരുന്നത്. അല്ല മോളെ, അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അത് വേറെ കാര്യം. നീ 17 വയസ്സിലുള്ള പയ്യനെയാണ് നീ അന്ന് കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ അവന് 28 വയസ്സുള്ള വലിയ മനുഷ്യനായി മാറുമ്പോൾ ഒരു പരിവർത്തനം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, മനുഷ്യർക്കുണ്ടാവുന്നതല്ലേ. പക്ഷെ നല്ല പരിവർത്തനങ്ങളെല്ലാം നമുക്ക് അത് അവിടെയാണ് പ്രശ്നം. അത് യു ആർ കറക്റ്റ്. അതെ, ഒരു പെണ്ണിന് ഒരിക്കലും അറിയാലോ ഏതൊക്കെ രീതികളാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങള്. ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഒരാളെ കല്യാണം കഴിക്കും. കറക്റ്റ്. അല്ല, അതൊക്കെയാണ് മറ്റേവരെ കൺസിഡർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് അത്തരത്തിലുള്ള സ്വഭാവ രീതികൾ ഉണ്ടാവൂ. നിൻ്റെ ഈ ഇവിടെ ജാതകപ്രകാരം 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ എന്താണ്? സേനാനായകനാണ്. അപ്പോൾ സേനാനായകനായിട്ടുള്ള അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുവെ അവർ 7ാം ഭാവാധിപതി ശുക്രനും മറ്റൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള മാനസികമായ അറ്റാച്ച്മെൻറ്റ് കിട്ടുന്ന വ്യക്തിയെയൊക്കെ നമ്മൾക്ക് ലഭിക്കുക. അല്ലെ വ്യാഴമായാൽ, ബുധനായാൽ, ചൊവ്വയും ശനിയുമൊക്കെ ആയാൽ ഇയാൾ ദൃഢഗാത്രനായിരിക്കും, ഒത്ത ഉയരമുണ്ടാവും, പിന്നെ നല്ല അലകുപടി പോലത്തെ ശരീരമായിരിക്കും, അതൊക്കെ കൃത്യമായിരിക്കും. പക്ഷേ ഈ പറയുന്ന റൊമാൻറ്റിക്കായ ഒരു രീതി അയാൾക്ക് കുറച്ച് കുറയും. അയാൾ വളർന്നു വരുന്നതോടുകൂടി അത് കൂടുതലായിട്ട് നിനക്ക് ഫീൽ ചെയ്യും. അത് നിന്നെ ഇപ്പോൾ വല്ലാതെ നിൻ്റെ മൈൻഡിൽ അത് നീ സ്വയം തീരുമാനിക്കേണ്ട വിഷയമാണ്. അത് മൈൻഡിൽ എങ്ങനെയാണ് എന്നെക്കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ആക്കാനാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോ അയാളുടെ ഇത് പറഞ്ഞ ഒന്ന് നോക്കാൻ പറ്റുമോ ഈ സമയം കൊണ്ട്? അല്ല, അത് ഞാൻ നോക്കില്ല. അത് പൊതുവെ എൻ്റെ രീതിയല്ല. അത് നമുക്ക് ഒന്നുകിൽ നേരിട്ട് വരിക അല്ലെങ്കിൽ എന്നെ ഈ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നോക്കാം. അത് നമുക്ക് അത് നോക്കി ചെയ്തു തരാം. പക്ഷേ മറിച്ച് ഈ ജാതകപ്രകാരം ഒരു കാര്യം കൂടി ഞാൻ ഉപദേശിച്ച് നിർത്തുകയാണ് ഈ വർത്തമാനം. ഇനി ഏതു തരത്തിലായാലും നിൻ്റെ ജാതകത്തിൽ പോസിറ്റീവും നെഗറ്റീവും ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ ജോലി വേണം. ഇപ്പോൾ പഠനം പൂർത്തീകരിച്ചോ, അത് ഏത് പഠനമാണ് നടത്തിയിട്ടുള്ളത്, അത് ജോലി ലഭിക്കാൻ പര്യാപ്തമായ പഠനമാണോ? അത് പറഞ്ഞില്ലല്ലോ, അതെങ്ങനെയാണ്? ഞാനിപ്പോ അതായത് എന്റെ ഇതെല്ലാം കഴിഞ്ഞ് കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ PhD നോക്കണം, അതിൻ്റെതായിട്ട് നോക്കണം. എങ്കിൽ കോഴ്സൊക്കെ കഴിഞ്ഞു. ഏത് കോഴ്സാ കഴിഞ്ഞത്? ടീച്ചറിന്റെ. TTC കഴിഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ജോലി ഈ ജാതകക്കാരിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉറപ്പായല്ലോ. ഇത് വളരെ ലോകപരിചയമുള്ളൊരു മനുഷ്യൻ്റെ ഉപദേശമാണ്. ഇത് തള്ളിക്കളയരുത്. ഇത് തന്നെ മുറുക്കപ്പിടിക്കുക. ഞാൻ ജോലി നേടും എന്നുള്ള ആ ജോലി നേടിക്കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന പോലെ നിൻ്റെ മനസ്സിലെ വിശാഖക്കാർ പൊതുവെ വിചാരക്കാരെന്നാണ് അവർ പറയുക. വട്ടമുഖമുള്ള സുന്ദരികളായിരിക്കും അവരെന്ന് പറയുന്നു. അവർക്കും അവരുടേതായ ആത്മാഭിമാനം ഉണ്ടാവുമെന്നും പറയുന്നു. ആ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ അവർക്ക് സഹിക്കില്ല എന്ന് പറയുന്നു. അവർ കയറി ചെല്ലുന്ന വീട്ടിൽ വലിയ ഐശ്വര്യമുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഒരു പ്രത്യേക നക്ഷത്രമാണ് ഈ വിശാഖം. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, കാര്യം പറഞ്ഞതാണ്. നീ വട്ടമുഖമുള്ള സുന്ദരി തന്നെയാണ് നീ, സംശയമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ കുട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ഒരു വ്യക്തി സ്വന്തം വ്യക്തിത്വം അവർ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്നു. സിംഹമാണ് അവരുടെ
മൃഗം. അതുകൊണ്ട് തന്നെ അവരെ ആരെങ്കിലും താഴ്ത്തി കെട്ടുമ്പോൾ അവർക്ക് താങ്ങാനാവില്ല. അപ്പോൾ അങ്ങനെ നാളെയും വല്ലാത്ത അങ്ങ് താഴ്ത്തി കെട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം ചോറ് കയ്യിലുണ്ടെങ്കിൽ, അങ്ങനെയാണ് പണ്ടത്തെ ഭാഷ, അവനവൻ്റെ ചോറ് അവനവൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരുത്തനെയും വലിയ, നമ്മളെ കണ്ണൂർ ഭാഷയിൽ മുനാശിക്കണ്ടല്ലോ, അല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ, നമ്മളെ കാശ് നമ്മളെ കയ്യിലല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഈ പറഞ്ഞ വാക്ക് ഓർമ്മിക്കുക, ജോലി ഉറപ്പായിട്ടും നേടിയെടുക്കുക, എന്നിട്ട് പിന്നെ വിവാഹം അത് ഏതായാലും ഈ വർഷം ഏതായാലും പാടില്ല, അടുത്ത വർഷം മുതൽ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളെ സൗകര്യം പോലെ നോക്കി ചെയ്യുക. ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, വ്യക്തികൾക്ക് പലപ്പോഴും സമ്മർദ്ദങ്ങൾ ഏത് രൂപത്തിലാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ശനിയുടെ, ചിലപ്പോൾ ആ കുട്ടി ശനിയുടെ കളിപ്പിക്കലിൽ പറയുന്നത് മാത്രമായിരിക്കും, അവളുടെ മനസ്സിൽ നെഗറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിപ്പോൾ ശനിദശയാണ്. ശനിദശയിൽ ഇത്തരം ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഓരോന്നിനെയും നമ്മൾ കാണുന്നത് പോലെയാണല്ലോ, ഓരോ കാര്യങ്ങളെയും നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരാളിൽ ചിലപ്പോൾ അവൾക്ക് അവൻ്റെ ആ പരിവർത്തനം അവൾക്ക് വല്ലാതെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളതാണല്ലോ എനിക്കും നിങ്ങൾക്കും മനസ്സിലായത്. ഒരുപാട് കാര്യങ്ങൾ അവളുടെ ഒരു എന്താ പറയുക, വളരെയേറെ ഒരു പാവം കുട്ടിയുടെ ശബ്ദം തന്നെയല്ലേ നമ്മളെല്ലാം കേട്ടത്, വർത്തമാനം തന്നെയല്ലേ. അവൾ ഭയക്കുന്നതും ന്യായമല്ലേ. ഇപ്പോഴത്തെ ഈ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ ഇവള് കുറേയും കൂടി ഉയരത്തിലല്ലേ. എന്തെല്ലാം പറഞ്ഞാലും ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് വിവാഹം കുടുംബമാണെന്നാണ്, അതാണ് ഭാരതത്തിൻ്റെ ശക്തി എന്നാണ് പണ്ട് മുതലേ പറയുന്ന ഒരു വർത്തമാനമാണത്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലില്ലാത്ത കുടുംബബന്ധത്തിൻ്റെ ഊഷ്മളത, അതായിരുന്നു നമ്മുടെ ശക്തി. അത് ഈ അടുത്ത കാലം കൊണ്ട് അതിനും ചോർച്ച വരാൻ തുടങ്ങി. ഇപ്പോൾ ശക്തി ക്ഷയിക്കും, അത് ആർക്കും അത് ആന്തരിക ശക്തിയാണ് ചോരുക. അത് ആർക്കും പെട്ടെന്ന് പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. കാരണം ഇപ്പോഴത്തെ തലമുറ ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നതോടുകൂടി ഈ ആന്തരിക ശക്തി നശിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഓരോ രാജ്യവും തകരുന്നതിൻ്റെ പിന്നിൽ ഓരോരോ കാരണങ്ങളുണ്ടാവും. വ്യത്യസ്ത കാരണങ്ങളാലാണ് രാജ്യങ്ങൾ തകർച്ച വരിക. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും ആയിരിക്കണമെന്നില്ല. അത് ഒരു കാലത്ത് കൊടികുത്തി വാണ റഷ്യയൊക്കെ ഇപ്പോൾ എവിടെയാണ്? അന്നത്തെ സോവിയറ്റ് യൂണിയൻ, അമേരിക്കക്ക് പോലും ഭീഷണിയായ കട്ട നിന്ന്, അപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നും ക്രെംലിനിൽ നിന്നും ഓരോരോ ഫോൺ കോൾ, എന്തെങ്കിലും ചൂടായിട്ട് എന്തെങ്കിലും വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ ഹോട്ട് ലൈന് പ്രത്യേകം സ്ഥാപിച്ചിരുന്നു, അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോകുമെന്നാണ്. അന്നത്തെ 25 വർഷം മുമ്പുള്ള കഥയാണ്. ഇപ്പോഴത്തെ ഈ വാട്സാപ്പ് കേശവന്മാർക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. 25-30 വർഷം മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാനെന്നേ പത്രം വായനക്കാരനായതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. അതായത് അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് അവിടുത്തെ അതിൻ്റെ ഭരണാധികാരി. അത് ഗോർബച്ചേവിനോട് കൂടിയാണ് അത് അവസാനിച്ചത്. ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നുള്ള 2 പുതിയ സംഗതി അയാൾ അവതരിപ്പിച്ചു, ഗോർബച്ചേവ്. അത് US കളിയാണെന്നും ചാരപ്പണിയുടെ ഭാഗമാണെന്നും ഒരഭിപ്രായമുണ്ട്. അങ്ങനെയല്ല, കാലഘട്ടത്തിനനുസരിച്ച് ഗോർബച്ചേവ് മാറിയതാണ് ജനങ്ങളുടെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്ന് 2 കാഴ്ചപ്പാടുണ്ട്. അതൊന്നും പറഞ്ഞിട്ടിപ്പം വലിയ വർത്തമാനമായി പോകും. അതൊന്നും നമ്മൾ ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പറയേണ്ട കാര്യമല്ല. വലിയ വർത്തമാനമാണ് അത് പോട്ടെ. ഏതായാലും ആ സോവിയറ്റ് യൂണിയൻ്റെ ഇതിന് ശേഷം അത് 6-7 കഷ്ണങ്ങളായി പിരിഞ്ഞോടുകൂടി അവരുടെ ശക്തി ക്ഷയിച്ചു പോയി. അത് പരമാർത്ഥമാണല്ലോ. ഇന്നാണെങ്കിൽ അവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് ആ യൂണിയനിൽ നിന്നും പിരിഞ്ഞു പോയ ഉക്രൈനുമായിട്ടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. എന്താ കാരണമെന്ന് എനിക്ക് ഈ നിമിഷം വരെ പിടിത്തം കിട്ടിയിട്ടില്ല.
അതിൻ്റെ പിന്നിൽ ഉക്രൈൻ്റെ പിന്നിൽ മറ്റ് റഷ്യയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശക്തിയുണ്ടെന്ന് പുട്ടിൻ പറയുന്നു. നമ്മൾ തമാശക്ക് പറയും പുട്ട് മാത്രമേ അയാൾ തിന്നു, അതുകൊണ്ടാണ് അയാളെ പുട്ടിൻ എന്ന് പേര്. അപ്പോൾ ഏതായാലും അയാളൊരു വല്ലാത്തൊരു മനുഷ്യൻ. അയാളാണെങ്കിൽ ഇപ്പം ഏതാണ്ട് അത്യാസന്ന നിലയിലാണെന്ന് കേൾക്കുന്നു. ഏതായാലും അയാളുടെ കാലഘട്ടത്തിന് ശേഷം എന്തൊക്കെയോ അവിടെ പരിവർത്തനങ്ങൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അയാളൊരു പിടിവാശിക്കാരനാണ്. ഭരണാധികാരിയും പിടിവാശി ആയിക്കഴിഞ്ഞാൽ പിന്നെ പോയി, അത് രാജ്യത്തിനെ മൊത്തം ബാധിക്കും. അതുതന്നെയാണ് ഇപ്പോൾ ട്രംപിന് രണ്ടാമത് വന്നപ്പോൾ വയസ്സുകാലത്തെ സൂക്കേട് വന്നിട്ട് അത് വേറെ, അതും ലോകത്തിനെ ബാധിക്കുന്നതാണ്. ഞാൻ എല്ലാവർക്കും 145 നികുതി ചുങ്കം പിടിച്ചടാ ചുങ്കം, ചൈന പറഞ്ഞു പോയി പണി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചൈനക്കൊക്കെ ഇപ്പം പഴയ ചൈനയൊന്നുമല്ല, കളിച്ചാതൊന്നും വിടുവൊന്നുമില്ല. ഇതൊന്നും ഈ ട്രംപ് വിചാരിക്കുന്നത് ഞാനാ വലിയ രാജാവ്. ആരും ഇപ്പം രാജാവായിട്ടൊന്നും കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പണ്ടത്തെ കാലമെല്ലാം പോയി. ആരാണിപ്പം രാജാവെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ലോകം എങ്ങോട്ടേക്കാണ് മാറുന്നതും നമുക്ക് യാതൊരു ഇതുമില്ലാത്ത രൂപത്തിലുള്ള ലോകത്തിൻ്റെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ യോഗമുണ്ടായി. ഇപ്പം വിളിച്ച പെൺകുട്ടിയെ പോലെയുള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. ഞങ്ങളൊക്കെ ചത്തുപോകും. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? തളിപ്പറമ്പ്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 8/7/2000. സമയം പറയൂ. രാത്രി 9:22. ആരുടേതാണെന്ന് പറയൂ. എന്റെ തന്നെയാ. ചിത്തിര നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. ജോലിയൊന്നും നേരാവുന്നില്ല. ജോലിയൊന്നും നേരാവുന്നില്ല, അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. വ്യാഴദശ തുടങ്ങി, ഇത്രയും കാലം രാഹു ആയിരുന്നല്ലോ. അപ്പോൾ രാഹു ഒരു സന്തോഷമുള്ളൊരവസ്ഥ എന്തായാലും നമുക്ക് തരില്ല. അപ്പോൾ ഒരു നേരില്ലാത്ത ജോലിയാണ് ഇത്രയും കാലം കിട്ടിയത്. അപ്പോൾ നല്ല ജോലി കിട്ടും ഇനി. വ്യാഴം തുടങ്ങിയല്ലോ. ഇപ്പം തടി കൂടാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അതേ തടി തന്നെയാണോ? അതെ. തൂക്കം നോക്കിയിരുന്നോ ഇപ്പം അടുത്തോ മറ്റോ? നോക്കിയിരുന്നു. ഒരു വ്യത്യാസവും ഇല്ല? ഇല്ല. അത് വ്യത്യാസം വരണമല്ലോ. വ്യത്യാസം വന്നില്ലേ മോശ. വ്യത്യാസം വരുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഇത് വരിക, ഈ ഐശ്വര്യം വരിക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതായത് പിന്നെ ഈ ശരീരത്തിനൊരു മിനുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഒരു കൂടുതൽ സ്കിന്നൊന്നും തിളങ്ങുന്നതായി തോന്നുന്നുണ്ടോ? ഉണ്ട്. ശരി, ഒരു കാര്യം. അപ്പോൾ ഇനി തടി വരും. അപ്പോൾ രാത്രി ഇപ്പം എത്ര തൂക്കം ഉണ്ട്? അപ്പോൾ ഇനി രാത്രിയത്തെ തീറ്റയെല്ലാം ഒഴിവായിക്കളാ. ചിലപ്പോൾ വയറും ചാടിയാൽ കുഴപ്പമില്ലേ? വയറ് ചാടാൻ പാടില്ല സ്ത്രീ ആയാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് വയറ് ചാടുന്നതിന് മുൻകൂട്ടി കണ്ട് തടുക്കണം. അപ്പോൾ എന്ത് വേണം? രാത്രിയത്തെ ചോറ് തീറ്റി ഒഴിവാക്കണം. ഇപ്പം 58 പാകത്തിനുള്ള തൂക്കമാണ്. അപ്പോൾ ആ തൂക്കം അങ്ങനെ ഇപ്പോഴത്തെ പുതിയ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്കൊക്കെ വണ്ണം കൂടുന്നത് അത്ര ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇതൊരു പാകത്തിനുള്ള തൂക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൂക്കം ഇനി അങ്ങോട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യാഴത്തിന് നല്ല ബലം കാണുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വ്യാഴം തടി കൂട്ടും. ഐശ്വര്യം ഉറപ്പായിട്ടും വരും. ചിത്തിര നക്ഷത്രത്തിൽ വ്യാഴദശ നടക്കുന്ന പെണ്ണിന് വരുന്ന അഭിവൃദ്ധിയും ഐശ്വര്യവും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണ്. 1.5 വർഷം കൂടി ചിലപ്പോൾ താമസിച്ചേക്കാം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റം വരാം. വലിയ രൂപത്തിലുള്ള ഒരു പോസിറ്റീവായൊരു സംഗതി അടുത്ത് തന്നെ നടന്നേക്കാം. അതെ, അതിൽ പറഞ്ഞതിന് അതും അർത്ഥമുണ്ടല്ലോ. എന്താണ്?
നേരത്തെ വിളിച്ച കുട്ടിയെ പോലെ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. കൊളാബറേഷൻ ഇല്ല ഇപ്പോൾ. അതിപ്പോൾ ഒരു ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അല്ലേ അതിനല്ലേ ഇൻസ്റ്റയും ഈ ഇൻസ്റ്റ കണ്ടുപിടിച്ച തന്നെ അതിനല്ലേ. പിന്നെ അത് പിന്നെ നമ്മൾ നേരിട്ടുള്ള കണക്ഷനല്ലേ അതോ ഇൻസ്റ്റയിലോട്ടുള്ള കണക്ഷനാണോ? അല്ല നേരിട്ട. മതി. അല്ല, ആ മറ്റേതിൽ ചതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ എത്രയോ പെൺകുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റയിലൂടെ കാണിക്കുന്ന പിന്നെ ഫോട്ടോ പോലും മറ്റുള്ളവൻ്റെ ഒക്കെ കാണിച്ചിട്ടൊക്കെ ചതിക്കുകയാണ്. അപ്പോൾ ഒരുമാതിരി ഇതിനിടെ ഒരു 60 വയസ്സുള്ള കിളവനാണ് 22കാരൻ്റെ ഫോട്ടോയിൽ ഇട്ടിട്ട് പെൺകുട്ടീനെ പറ്റിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരിട്ടുള്ളതാണെങ്കിലും ഓക്കെ, അത് ഞാനൊന്നും പറയുന്നില്ല. അതും ഈ വളരെ വേഗത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ അത് നമ്മളെ ജാതകപ്രകാരമുള്ള വിധിയും കൂടിയാണ്. പിന്നെ 7ാം ഭാവാധിപന് 5ാം ഭാവത്തിൽ നിൽക്കുക. അപ്പോൾ പ്രണയം, വിവാഹം അങ്ങനെ പറയുന്നുണ്ട് ജാതകപ്രകാരം. അപ്പോൾ അതുകൊണ്ട് നടക്കട്ടെ. അതും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ജോലിയും വിവാഹവും ഒക്കെ ഇനി അങ്ങ് നടന്നോളും. നല്ല അഭിവൃദ്ധി തരുന്ന വ്യാഴമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നീങ്ങിയാൽ മതി. വേറെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ ഒന്ന് പോയി കാണുന്നത് വളരെ നന്നായിരിക്കും. ഗുരുവായൂർ കൃഷ്ണനെ പോയി കണ്ട് ഒരു പാൽപ്പായസമൊക്കെ കഴിപ്പിച്ച് ഒരു തുളസിമാലയൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. ഭഗവാനെ ഇഷ്ടല്ലേ? ഒന്ന് അടിപ്പദർശനവും നടത്തി കളയൂ. അടിപ്പദർശനം അതറിയില്ലേ? ഇങ്ങനെ ഒരു പാദത്തിൻ്റെ മുകളിൽ പാദം വെച്ചിട്ട് ഇങ്ങനെ അത് ഒരു തവണയെങ്കിലും അവിടെ നടത്തുക. ഓക്കെ, എല്ലാം നന്നായി വരും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ശനിയുടെ ദോഷങ്ങളെ പിന്നെ ആർക്കാണ് ബാധിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞത് അതാണ്. ഈ അപകടം വരുന്നിട്ട് പെട്ടെന്ന് കാലും കൈയൊക്കെ പൊട്ടിപ്പോകുന്നതൊക്കെ ദുഷ്ടന്മാർക്ക് തന്നെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കരുത്. അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾക്ക് കണ്ട അനുഭവങ്ങൾ. പിന്നെ പണ്ട് 7 പ്രസവിച്ച വ്യക്തിയോട് ഒരു പ്രസവം നടത്തിയവൾ വലിയ പ്രസവിക്കേണ്ട രീതികളെക്കുറിച്ച് പഠിപ്പിച്ചൊരു കഥയുണ്ട്. മറ്റേവൾ 7 പെറ്റതാണ്, 9ാം മാസം തികഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഒന്ന് പ്രസവിച്ച വ്യക്തി വന്നിട്ട് ഇതെങ്ങനെയാണ് പ്രസവ സമയത്ത് വേണ്ടതെന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും ഓരോരോ പഠിപ്പുണ്ടല്ലോ. ആ പഠിപ്പിലൂടെ നേടിയെടുക്കുന്ന ജ്ഞാനം, അനുഭവജ്ഞാനം, അതിൽ കവിഞ്ഞ് വേറെ ഒരു ഇതില്ലെന്നാണ് പറയുന്നത്. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതോ പുസ്തകത്തെ ആളുകളിൽ നിന്ന് നമുക്ക് പലതും കിട്ടും. ഇപ്പം യൂട്യൂബിൽ നിന്ന് നമുക്ക് പലതും കിട്ടും. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ ശരിയായ അറിവ് എന്ന് പറയുന്നത് അയാളുടെ അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവാണ്. ആ അറിവ് ഏറ്റവും വലിയ വിലമതിക്കാൻ പറ്റാത്ത അറിവാണ്. അതിൻ്റെ പുറത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതുപ്രകാരം ചെയ്യുവാൻ ശ്രദ്ധിക്കുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ദ്രോഹബുദ്ധി വന്നാലാണ് ശനിയിൽ പണി തീരുക. പിന്നെ ഇത് മറ്റൊരു കാര്യം, ശനി ജാതകത്തിൽ പിഴച്ചവരാണോ എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് കൂടിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ജാതകത്തിൽ ശനി നീചത്തിൽ നിൽക്കുക, ഇപ്പോൾ 27 വയസ്സ് അറൗണ്ടിലുള്ളവർക്കൊക്കെ ശനി നീചത്തിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് 7 ശനി വരുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് കാണുന്നു. ശനി ജാതകത്തിൽ ബലവാനായിട്ട് മകരം, കുംഭം, തുലാം രാശികളിൽ നിൽക്കുക, മീനം, ധനു രാശികളിൽ നിൽക്കുക, അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അത്ര കഠിനമായ ദോഷങ്ങൾ അവർക്ക് കുറവായിരിക്കും. അതാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഭക്തിമാർഗം, കപടഭക്തിയല്ല, ശുദ്ധഭക്തി
ഇതിനെ എത്ര തരത്തിലുള്ള ദോഷങ്ങളെയും മറികടക്കാൻ നമ്മളെ സഹായിക്കും. അതിൽ ഏറ്റവും പ്രധാനം ജപേതു കലി എന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ കലികാലത്തിൽ ജപത്തിനാണ് പ്രാധാന്യം. ജപിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അതിൽ പ്രത്യേകിച്ചിട്ടും ഗണപതിയുടെ മന്ത്രങ്ങൾ ജപിക്കാം, ഹനുമാനെ സേവിക്കാം. ഈ മന്ത്രജപത്തിന് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ മറ്റൊരു കാര്യം വന്നിരിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ ഈ കമ്പ്യൂട്ടറിൽ പരിപാടി തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുന്നു. അവിടെ എന്ത് കർമ്മമാണ് ആ നക്ഷത്രത്തിൻ്റെ പേരിൽ ചെയ്യുക? കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലാണെങ്കിൽ പിന്നെയും അവർക്കതിനുള്ള സൗകര്യമുണ്ട്. അവിടെ പോലും ആയിരക്കണക്കിന് ഭക്തന്മാർ വരുന്നു. അവിടെയും കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കഴിഞ്ഞു ഓഫീസൊക്കെ. അവിടെ ഇങ്ങനെ അടിച്ചടിച്ച് വിടുന്നു. ഇത് പ്രകാരം ക്ഷേത്രത്തിൻ്റെ അകത്ത് മേൽശാന്തിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം മഹാക്ഷേത്രങ്ങളിൽ, അതായത് അത്യധികം പവറുള്ള, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ചില പ്രത്യേകമായ അനുഭവങ്ങൾ ഭക്തന്മാർക്ക് അനുഭവവേദ്യമാവും. അതാണ് ശ്രദ്ധിക്കേണ്ട വാക്കാണത്. ഇത് മൂകാംബികയിൽ പോയാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും. അത്തരം മഹാക്ഷേത്രങ്ങളിൽ പിന്നെ ഈ വഴിപാടിൻ്റെ വിഷയം വരുന്നില്ല, നേരിട്ട് തന്നെ കിട്ടും. പക്ഷെ അത്തരം പവറുള്ള ക്ഷേത്രങ്ങളല്ല മറ്റുള്ളത്. ക്ഷേത്രത്തിന് ചൈതന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ളൊരു പുസ്തകമുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ ചൈതന്യം വർദ്ധിക്കുന്നതെന്ന് ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഇപ്പം എല്ലാ ചെറുകിട ക്ഷേത്രങ്ങളിലൊന്നും അതൊന്നും ആചരിക്കാൻ കഴിയില്ല. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പയ്യന്നൂരിന്നാ വിളിക്കുന്നത്. പയ്യന്നൂർ, പറഞ്ഞോളൂ. 4/12/97 രാത്രി 11 മണി. നാല് 12/97 രാത്രി 11. അതെ. നക്ഷത്രം തിരുവോണം. ഹലോ. ഹലോ, ഉത്രാടാന്നല്ല? അത് രാവിലെയാണോ? രാവിലെ 11 മണി. അപ്പോൾ നേരത്തെ പറഞ്ഞത് രാത്രി എന്നല്ലേ? അപ്പോൾ ശരി, ഉത്രാടം. അപ്പോൾ എന്താണ് അറിയേണ്ട വിഷയം? എന്താണ്? ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ. ഇതാരാണ് വിളിക്കുന്നത്? ആരാണ്? എൻ്റെ ഏച്ചിയുടെ മോൻ്റെതാണ്. നിങ്ങളുടെ ഏച്ചിയുടെ മകൻ്റെതാണ്. ജോലി സംബന്ധമായിട്ടാണ് അറിയേണ്ടത്. ഇപ്പോൾ വയസ്സ് 27 വയസ്സുണ്ട്. ഇപ്പം നടക്കുന്നത് രാഹുദശയാണ്. അപ്പോൾ രാഹുദശ 25 മാസം വരെ ഇപ്പോൾ ബുധൻ്റെ അപഹാരം നടക്കുന്നു. അപ്പോൾ ബുധന്, ഭാഗ്യാധിപനായ ബുധൻ മറഞ്ഞു നിൽക്കുന്ന ഒരു ജാതകമാണിത്. സ്വാഭാവികമായിട്ടും ഇത് രാഹു അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു ആയതുകൊണ്ടും ബുധന് ഭാഗ്യത്തിന് മറവുള്ളത് കൊണ്ടും ഇത് പരിഹാരം ചെയ്യേണ്ട ജാതകമാണ്. ഇത് ആദ്യഘട്ടത്തിൽ മോശവും പിന്നീട് 39 വയസ്സിന് ശേഷം വലിയ ഉയർച്ചയിലേക്കും പോകുന്ന ജാതകക്കാരനാണ് ഇയാൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യോഗം, പ്രത്യേക യോഗം ഈ ജാതകത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ പേരാണ് നീചഭംഗ രാജയോഗം. ഇപ്പം നീചഭംഗ രാജയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ വലിയ വിഷമങ്ങൾ അനുഭവിച്ചിട്ട് പിന്നീട് രാജകീയമായ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ്. 39 വേണ്ടി വരില്ല, 37 കൂടി തന്നെ കിട്ടും. പക്ഷേ ഈ 37 വയസ്സ് ഇനിയും 10 കൊല്ലമുണ്ട് ഇല്ലേ?
അപ്പോൾ ഈ 10 കൊല്ലം താങ്ങാൻ പറ്റില്ല. കാരണം ഇത് പുതിയ നമ്മളെ കാലഘട്ടമല്ല. ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അപ്പോഴേക്കും കുട്ടികൾക്ക് ഭ്രാന്താവും. അല്ലേ തന്നെ അവൻ ഇപ്പം തന്നെ ഒരു മാതിരിയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നേരിട്ടൊന്ന് കണ്ടിട്ട് പരിഹാരങ്ങൾ, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് പരിഹാരം ചെയ്താൽ മാറ്റം വരും. അത് മാത്രല്ല അവനൊരു കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതൊരു സബ്ജക്റ്റ് അല്ല ഇപ്പോൾ. അത് പണ്ടായിപ്പോയി. കുട്ടിയെ സ്നേഹിക്കുന്ന ഇപ്പം വിളിച്ച പെൺകുട്ടികൾ മുഴുവൻ പറഞ്ഞു കേട്ടില്ലേ. അതുകൊണ്ട് അത് ഇപ്പോൾ ഒരു എന്താ പറയുകയാണ്, സർവ്വസാധാരണമായൊരു സംഭവമാണ്. പണ്ടൊക്കെ ഞാനിവിടെ ഇരുന്നിട്ട് നിങ്ങളെ കുട്ടിക്ക് മോക്കൊരു ചെറിയൊരു അടുപ്പം കാണുന്നുണ്ടെന്നല്ല അമ്മ അങ്ങൊന്ന് ഭയങ്കര ബഹളം വെച്ച സമയമൊക്കെ ഉണ്ട്. അതൊക്കെ പോയില്ലേ. പിന്നെന്താ, പിന്നെ ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ടി വിയിൽ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ 19 കൊല്ലമായി, ഇവിടെ 15 കൊല്ലം, 19 അല്ല 20 കൊല്ലമായി. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ അപ്പുറത്തുനിന്ന് അമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല. അയ്യോ എൻ്റെ മോൾ അങ്ങനെ ഒന്നുമില്ല, എൻ്റെ മോൾ ഒരു ചെക്കൻ്റെ മുഖത്ത് പോലെ നോക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ മോക്ക് ഭ്രാന്താണോ ചെക്കൻ്റെ മുഖത്ത് നോക്കാതെ. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമേ അല്ല. അതാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് അതല്ല, അവനെ എന്തല്ല അവര് പെണ്ണിന്റെ വീട്ടുകാർ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഇവനോട് നിങ്ങൾ ഇവന്റെ കാര്യത്തിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്തെങ്കിലും കണ്ടു കാണും, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കും. ഞാനൊരു ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യനായത് എന്ന് സമൂഹവും വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു പിടുത്തം ആ രൂപത്തിൽ പിടിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. എന്തോ ഒരു അതല്ലേ, നമുക്ക് ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ പറയുന്ന ആ കല്യാണവും നടത്താലോ. ഞാനത് ഉറപ്പിച്ച് പറയുന്നു, വാക്ക് തരുന്നു ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്നെ ആദ്യം ഒന്ന് ബന്ധപ്പെടുക, എന്നിട്ട് പിന്നെ നേരിട്ട് വരാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള മന്ത്രജപം നമുക്ക് കൂടുതൽ ഫലം തരുന്നതായിട്ടാണ് എൻ്റെ അനുഭവവും. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ശനി താണ്ടിക്കഴിഞ്ഞു. ചെറിയ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 15 ലക്ഷം റുപ്യ മൈസൂരിൽ കൊണ്ടേ വാഴത്തോട്ടത്തെ കളഞ്ഞു എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നുമില്ല. ഈ 100 കണക്കിന് ആൾ വന്ന് രത്നക്കല്ലൊക്കെ മേടിക്കുന്ന മനുഷ്യനല്ല. 15 ലക്ഷം വലിയ വിഷയമൊന്നുമല്ല. പിന്നെ നമ്മളെടുത്ത അനർഹമായ വല്ല ധനവും ഉണ്ട്, അതങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ പോരെ. അങ്ങനെയും പോസിറ്റീവായി ചിന്തിക്കാമല്ലോ. ഏതായാലും എന്നെ സംബന്ധിച്ചോളം അത് ബാധിച്ചൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാരാണെങ്കിൽ അതോടുകൂടി ആത്മഹത്യ ചെയ്ത് കളയും. വല്ല ലോണൊക്കെ എടുത്തിട്ട് വാഴക്കൃഷിക്ക് പോയി ഒരുത്തനാണെങ്കിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പോൾ അതേപോലെ ചെറിയ ദോഷാനുഭവങ്ങൾ ഉണ്ടായില്ലെന്നല്ല, പക്ഷേ എന്നെ ബാധിക്കുന്ന ഒന്നും ഉണ്ടായില്ല. കാരണം ഞാൻ ദ്രോഹിയല്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഭക്തനാണ്. കൃത്യമായിട്ട് ശബരിമലക്ക് പോയി അയ്യപ്പനെ കാണുന്നവനാണ്. നിത്യവും എല്ലാ മൂർത്തികളുടെയും മന്ത്രം ജപിക്കുന്നവനാണ്. ആദിത്യനംബികാ വിഷ്ണു ഗണനാഥം മഹേശ്വരം പഞ്ചദേവ ഭജേ നിത്യം സർവാഭീഷ്ടസിദ്ധയേൽ എന്നുള്ള പ്രമാണപ്രകാരം ആദിത്യനെയും ദേവിയെയും ശിവനെയും വിഷ്ണുവിനെയും അങ്ങനെ ഭജിക്കുന്നവനാണ്. സ്വാഭാവികമായിട്ടും അതോടനുബന്ധമായിട്ട് മറ്റുള്ളവരെയും കൂടി പ്രാർത്ഥിക്കാറുണ്ട്, ഭജിക്കാറുണ്ട്. അത് റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ 29-ാം തീയതി എൻ്റെ ഏരശനി അങ്ങ് കഴിഞ്ഞു. സാധാരണഗതിയിൽ പിന്നെ അത്തരം ഏരശനിയിൽ ആൾ തട്ടിപ്പോകാൻ വരെ വകുപ്പുണ്ടെന്നാണ്. അത് കഴിഞ്ഞു. ഇനി തട്ടൂല എന്നല്ല, അതേത് സമയവും നമ്മളെ കൂടെ ഉണ്ടല്ലോ. നമ്മളെ കൂടെ സ്ഥിരമായിട്ടുള്ള ഒരാളാരാണ്? മൃത്യു മാത്രമാണ്. ബാക്കിയെല്ലാം മായയാണ്. അപ്പോൾ മൃത്യു കൂടെ തന്നെയുണ്ട്, അതല്ല പറഞ്ഞത്. പക്ഷേ ഏരശനിയിൽ
പിന്നെ പാപികളെയാണ് കൊണ്ടുപോവുക എന്നൊരു ജ്യോതിഷ കൺസെപ്റ്റ് ഉണ്ട്. അത് അപ്പോൾ ഞാൻ പാപിയല്ല എന്ന് സമാധാനമായി. വെച്ചിട്ട് പാപം ചെയ്തിട്ടില്ല എന്നല്ല, പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാവവും അറിയാതെ ചെയ്തു പോകുന്ന പാവവും ഉണ്ട്. അറിയാതെ പാവങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞ് പാപം ചെയ്താൽ അതിന് ശിക്ഷ ഏറെ ശനിയിൽ ശക്തമായിട്ട് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അത് എല്ലാവരും ഓർത്ത് വെക്കുക. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക. ഇത്രമാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏറെ ശനിയുടെ ശക്തിയൊന്നും അത്ര നിങ്ങളെ കയറി പിടിക്കില്ല. അല്ലെങ്കിൽ അത് നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും. ഒന്നുകിൽ ജയിലിലാക്കാം, അല്ലെ കാല് പൊട്ടിക്കാം, അല്ലെ കൊന്നേക്കാം. ഇപ്പം പിന്നെ കൊല്ലാനും വലിയ 30 വയസ്സുള്ള ചെക്കനും 25 വയസ്സുള്ള ചെക്കനും ഒക്കെ കുഴഞ്ഞു വീണങ്ങ് ചാകുന്ന കാലമാണല്ലോ. അതെല്ലാവരും ഓർത്താൽ നല്ലത്. അതുകൊണ്ട് പണ്ടത്തെ പോലെ പിന്നെ കിളവന്മാരുടെ സാധനം മാത്രമല്ല മരണം, അതെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് ഓർക്കുമ്പോൾ അഹങ്കാരവും ഒന്ന് കുറയും. ഈ ഉള്ള കാലത്ത് നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീങ്ങണം. എന്നാൽ വലിയ പേടി വേണ്ട അത്രക്കാർക്ക്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞു തരാം. എന്നെ പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ ഓൺലൈനിൽ ബലമറിയേണ്ടവർക്ക് അങ്ങനെയും ബന്ധപ്പെടാം. പിന്നെ എല്ലാത്തിനും ഈ ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. വാട്സാപ്പിൽ പിന്നെ ഡേറ്റും ടൈമും അയച്ച് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് അങ്ങനെ ബലമറിയേണ്ടവർക്ക് അങ്ങനെയും അറിയാം. അല്ലാത്തവർക്ക് നേരിട്ട് ബുക്ക് ചെയ്തിട്ട് വന്ന് കാണാം. എല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം ഇത് സ്വീകരിച്ചാൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. പരിഹാരത്തിനാവട്ടെ. എന്നെ ഒന്ന് വന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് വരാം, അല്ലാത്തവർ വരണ്ട, അത്രമാത്രം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.